തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ IP ബിനു നേരത്തെ വാർത്തകളിൽ അദ്ദേഹം നിറഞ്ഞിട്ടുണ്ട്. BJP ആസ്ഥാനത്തിന് മുന്നിൽ ഫോഗിംഗ് നടത്തിക്കൊണ്ട് അവിടുത്തെ കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. കൊതുകിനെ തുരത്തി, പക്ഷേ കുമ്മനത്തിന് നേരെ ആക്രമണം. അതാണിപ്പോൾ ആരോപണം നേരിടുന്നത് അദ്ദേഹം. അത് കുമ്മനത്തിന് നേരെ ആരാണ് ആക്രമിക്കാൻ പോണത്? കുമ്മനം അവിടെയാണ് കിടന്നുറങ്ങുന്നത്. സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കോടിയേരിക്കും പിണറായിക്കൊക്കെ മണിമാളികയാണ്, ഞങ്ങളുടെ നേതാവിന് ഉറങ്ങാൻ പാർട്ടി ഓഫീസേ ഉള്ളൂ. അത് ഓരോരുത്തരുടെയും സമ്പത്തിൻ്റെയും ഓരോരുത്തരുടെയും താമസിക്കുന്നതിൻ്റെയും സൗകര്യമൊക്കെ നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇത് കോടിയേരി താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. അവിടെ അത് സ്വന്തം വീട്ടിലല്ല, വല്ലവരും വെച്ച വീടിൻ്റെ മണിമാളിക കോടിയേരിയുടെ കണക്കിലെടുത്തണ്ട. പിന്നെ ഇവിടെ കുമ്മനത്തിനിടെ കൊല്ലാനാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രചരണത്തിന് നടത്തുന്നതല്ലേ. കുമ്മനത്തിൻ്റെ മുറിയിലാണ് ആക്രമിക്കുകയെന്ന് വെച്ചാൽ കുമ്മനത്തിൻ്റെ മുറിയിലാണ് ഈ എറിഞ്ഞിട്ട് പോയവർക്ക് അഭയം കിട്ടിയത്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഇത് ഞാൻ ഒറ്റ കാര്യം, സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ രാജേഷിൻ്റെയും ഭാഷ കേട്ടല്ലോ, പക്വത കുറവുകൊണ്ട് പറയുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആയുധമെടുത്ത് ആക്രമിച്ച് ജനങ്ങളെ കീഴ്പ്പെടുത്തി വരുതിയിൽ നിർത്താൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തിയറിയുടെ ആശാനാണല്ലോ മുസോളിനി, ഹിറ്റ്ലറും. എന്തായി? വിഷം കഴിച്ച് മരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫാസിസ്റ്റ് പ്രവണത കേരളത്തിലോ ഇന്ത്യയിലോ നടപ്പാക്കാമെന്ന് കരുതരുത്, തെറ്റാണ്. പക്ഷേ ഇന്ന് ജനം ജനങ്ങളുടെ ആയുധമെടുത്ത് ജനം കണ്ടത് ആരെയാണ്? നമ്മുടെ കൂട്ടത്തിലും ആരെങ്കിലും പെശു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നിർത്തണം, അപലപിക്കുന്നു. സസ്പെൻഷനിൽ നിൽക്കുമോ എന്ന്. സസ്പെൻഷനല്ല, അതെന്താണ്? നമ്മളത് തുടരാൻ ആഗ്രഹിക്കുന്നവരല്ല. ഏത് വഴിവിട്ട് ആരെങ്കിലും പുറച്ചാൽ അവരെ താക്കീത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരെന്താ പറഞ്ഞത്? നേതാക്കന്മാർക്ക് വഴി നടക്കാൻ പാടില്ല എന്നാണ്. ആ ഭീഷണിയൊന്നും ചിലവാകില്ല. അതുമല്ല മാർഗം. ആശയം കൊണ്ട് നേരിടാൻ കഴിയണം. നിങ്ങളുടെ ആശയം പ്രചരിപ്പിച്ചോ, നിങ്ങളുടെ ആശയത്തിൻ്റെ ആപത്ത് എന്താണെന്ന് ഞങ്ങൾ പ്രചരിപ്പിക്കാം. പക്ഷേ ഇപ്പോൾ മാതൃക കാണിക്കാമെന്ന് നിങ്ങൾക്കാണല്ലോ. എന്തുകൊണ്ടാണ് മാതൃക നിങ്ങളുടെ ഞങ്ങളല്ലേ ഇവിടെ കേരളം ഭരിക്കുന്നത്? ഇപ്പോൾ ആ ഭരിക്കുമ്പോൾ ഞങ്ങൾ അക്രമം നടത്താൻ വരുമ്പോഴുമോ? ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് കേന്ദ്രത്തിൽ ഈ കേരളത്തിനെതിരെ എപ്പോഴും ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളതിൻ്റെ വസ്തുത കാണണ്ടേ? 26-ാം തീയതി തൊട്ട് തുടങ്ങിയല്ലേ ഇവിടെ? കാട്ടാക്കടശ്ശേരിയുടെ വീടെന്തിനാ ആക്രമിച്ച്? അയാൾ വല്ലേ ആക്രമിക്കാൻ പോയാ? നമ്മുടെ പാർട്ടിയുടെ ഒരു നേതാവല്ലേ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, CIT സംസ്ഥാന സെക്രട്ടറി അല്ലേ? ഇവിടെ SFIയുടെ ഓഫീസിന് നേരെ ഇന്നലെ ബാമ്പെറിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ചെയ്യുന്നത്? ഇവിടെയുള്ള കൗൺസിലർമാർ ആൾക്കാരുടെയൊക്കെ ഇവിടെ പറഞ്ഞു കാണും. അത് എന്തിനാണ് ആക്രമിക്കുന്നത്? ശ്രീ VV രാജേഷ്, താങ്കൾ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയായാലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദനായാലും പറഞ്ഞിട്ടുണ്ട്, കൗൺസിലർമാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അവരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടു കൂട്ടരുമുണ്ട്. നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ പാർട്ടി മുൻകൈ എടുത്തൊരു അന്വേഷണം നടത്തിയോ? ഞങ്ങളുടെ പ്രവർത്തകർ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോകരുത് എന്നൊരു ആഹ്വാനം ഉണ്ടായോ? പകരം ഇന്ന് എന്താണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്? നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കരുത് എന്നൊരു വാചകം ഉണ്ടായോ? പ്രകോപനം ഉണ്ടാക്കരുത് എന്നൊരു വാചകം ഉണ്ടായത് കോടിയേരി ഭാഗത്താണ്. യെസ്, ഞാൻ പറയട്ടെ. അല്ല, കോടിയേരിയുടെ ഭാഗത്ത് അങ്ങനെയല്ല ഉണ്ടായത്. ഞാൻ ശ്രദ്ധിച്ചു. കോടിയേരി പറഞ്ഞത് പാർട്ടി ഓഫീസുകളും നേതാക്കന്മാരുടെ വീടുകളും ആക്രമിക്കരുത്, നേതാക്കന്മാരെ ആക്രമിച്ചോ? നേതാക്കന്മാരെ ആക്രമിച്ചോന്നല്ല, സമാധാന ചർച്ചയിലുണ്ടായ ധാരണയാണ് പറയുന്നത്. പിണറായിയുടെ നേതൃത്വത്തിലുണ്ടായ സമാധാന ചർച്ചയിലുണ്ടായ ധാരണയാണ് പറഞ്ഞത്. പാർട്ടി കോടിയേരി പറയേണ്ടിയിരുന്നത് അക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്നാണ് പറയേണ്ടിയിരുന്നത്. ഞങ്ങളുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനകം 18 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കൊലപാതകം മാത്രമാണ് ഒരു IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനെ SDPIക്കാരും കൊന്നിട്ടുള്ളത്. ബാക്കി 17 രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഒരു ഭാഗത്ത് RSSും ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്കോർ എങ്ങനെയും നിങ്ങൾ നിലനിർത്തുള്ളൂ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് കേരള ഈ സംഭവം ആഗ്രഹിക്കുന്നതും സമാധാനമാണ്. ഇവിടെ ഈ 18 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ 17 ഒരു ഭാഗത്ത് BJPയും ഒരു ഭാഗത്ത് CPM-ഉമാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കരുത്. നിങ്ങൾ രാഷ്ട്രീയം സമാധാനം വേണം രണ്ടു കൂട്ടരും പറയുമ്പോഴും നിങ്ങൾ ഈ യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുകൊണ്ട് ചർച്ചയിലേക്ക് പോകരുത്. യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ അറസ്റ്റ് പോലും ചെയ്യാൻ നടക്കുക കടക്കൽ ഇദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ തമ്മിലാണ് തർക്കമെന്ന്. ഞങ്ങൾ തമ്മിൽ വല്ല കുടുംബ പ്രശ്നമുണ്ടോ? കല്യാണം കഴിച്ച വരുതിയിലുള്ള പിണക്കം വല്ലതും ഉണ്ടോ? കൊലപാതകങ്ങൾ രാഷ്ട്രീയമാണ്. എന്താ രാഷ്ട്രീയം?
അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന് ആശയപരമായ നിലപാടിന് എതിരായി അതിശക്തമായ അത് ആശയപരമായി നേരിടും. ഏത് ആശയപരമായി നേരിടൂ. അങ്ങനെയില്ല. വേറെ ഒന്നിനും അതില്ല. ഇവരുടെ നയങ്ങളെ ഇവരുടെ സാമ്പത്തിക ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നതായാലും ശരി ശക്തമായ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഇന്ത്യയാകെ വളർന്ന് പന്തലിച്ച ഒരു പാർട്ടിയൊന്നുമല്ല CPI. ഞങ്ങൾ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ആ നയത്തിന് നിലപാടിന് ബദൽ നിലപാടും നയവുമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് BJP ആളെ കൊല്ലുന്ന പകൽ കൊതുകിന് ഫോഗിങ്, രാത്രി കുമ്മനത്തിന് ഫോഗിങ്. ഉൾപ്പെടുന്ന നേതാക്കന്മാരാണ് സംസ്ഥാനം നയിക്കുന്നത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഇത്തരത്തിലൊരു വസ്ത്രമം നടത്തിയിട്ട് അങ്ങ് ഉൾപ്പെടുന്നവരെ കേരളം നയിക്കുന്നത്. രാജേഷിനെ പോലുള്ള ആളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശരിയായ ധാരണയാ. ഒരു കൗൺസിലറുടെ വീട് ആക്രമിച്ചിട്ട് അഭയം കൊടുക്കുന്ന BJP ഓഫീസാണ്. അങ്ങയുടെ പിണറായിയോട് ആ ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ചോദിക്കട്ടെ, കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് നേരെ ആക്രമണം നടത്തി, നിങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ആനത്തലോട്ടായാലും പ്രതികൾ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ നിങ്ങളുടെ ഓഫീസിന് നേരെ വന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ ഓഫീസിന് നേരെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഓഫീസിന് നേരെ വന്നാൽ പോലീസ് ചെയ്തായിരുന്നു. കോടിയേരിയുടെ മകന്റെ നേരെ ആക്രമണത്തെ പറ്റി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: ഒട്ടും പ്രസക്തനല്ലാത്ത ഒരാളുടെ വീട് കല്ലെറിഞ്ഞവരെയും പിടിക്കണം. പ്രസക്തനല്ലാത്ത ബിനീഷ് കോടിയേരിയുടെ വീട് ആയതുകൊണ്ടായിരിക്കണം. വേറെ ഒരു ചപ്പടാച്ചിയുടെ വീടിന് നേരെയും കല്ലെറിഞ്ഞിട്ടുണ്ട്. എന്ത് ഭാഷയാണിത്? എനിക്കറിയില്ല. അല്ല, അത് ആരെയാ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള ഞാൻ ആ വാർത്താ സമ്മേളനം കേട്ടില്ല. അതുകൊണ്ട് എനിക്കത് അറിയില്ല. കൊടിമരം താർത്താൽ ഉടൻ പാർട്ടി ഓഫീസിന് നേരെയാണോ? ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയ വാചകമാണിത്. ഒട്ടും പ്രസക്തനല്ലാത്ത ഒരാളുടെ വീട് പത്രസമ്മേളനത്തിലെ ഓരോ അക്ഷരവും എടുത്ത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യുമല്ലോ. പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം നടത്തിയപ്പോൾ സുരേന്ദ്രനോട് ചോദിക്കാൻ പാടില്ല. അവരുടെ നേതാക്കന്മാർ തമ്മിലുള്ള ചർച്ചകൾ പോലും അവർക്ക് പരസ്പരം ബന്ധപ്പെട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കം. കൊടിമരവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതൊക്കെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് തുടക്കം. ഇനി അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകില്ല എന്ന ഈ ഘട്ടത്തിൽ ഒരു ഉറപ്പ് താങ്കൾക്ക് നൽകാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഉറപ്പിലേക്ക് പോകണമെന്നാണ് ഇപ്പോൾ കോടിയേരിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ആനത്തലവട്ടം ആവർത്തിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കൂടുതൽ. ചെയ്ത് കാണിക്കേണ്ടത് നിങ്ങളാണ്. പ്രകോപനത്തിൽ വീഴുമോ? അല്ല, ജയിക്കിനോട്. എന്തായാലും ശ്രീമതി ഒരൊറ്റ കാര്യം ഞങ്ങൾ ഉറപ്പു തരാം. ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ശ്രീ വി രാജേഷ് പറഞ്ഞ പോലെ ഒരാളെയും കിടത്തിയുറക്കാൻ പോകുന്നില്ലെന്നോ ഈ തെരുവിൽ ഞങ്ങൾ നേരിടുമെന്നോ ഒന്നും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ നടക്കുന്നത് കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. നാളെയും കേരളത്തിലെ മുഴുവൻ സർവകലാശാല യൂണിയനും കോളേജ് യൂണിയനും ഒക്കെ ഭരിക്കുന്ന SFI ഉറപ്പ് നൽകുന്നു. നാളെയും ഞങ്ങളുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നത് ഒരു ABVP-കാരനാവട്ടെ ഒരു RSS-കാരനാവട്ടെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ തിരുവനന്തപുരത്ത് കുറച്ച് വിവരമില്ലാത്ത RSS-കാർ ബോംബെറിഞ്ഞു എന്ന് വെച്ച് ഒരാളും ആക്രമിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ സുരക്ഷിതമായി കേരളത്തിന്റെ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള സംരക്ഷണം SFI എന്നാണ് ഞങ്ങൾ പറയുന്നത്. തലസ്ഥാനത്ത് ഈ സാഹചര്യം ഉടൻ മാറുമെന്നൊരു ഉറപ്പ് താങ്കളുടെ പാർട്ടിയുടെ ഉറപ്പ് താങ്കൾക്ക് നൽകാൻ സാധിക്കും? ഞങ്ങൾ ഒരിക്കലും ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുകയുമില്ല. ഇനിയും ഞങ്ങളുടെ പാർട്ടിയുടെ നയം അതാണ്, ഗവൺമെൻറ് നയം അതാണ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ രാജ്യത്ത് സമാധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ. അതിന്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് ഏതായാലും CPM കടക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.